ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. 6 ഗതിവിധിയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. 2 ഗതിവിധിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഗതിവിധി 1 എങ്ങനെയാണ്? എല്ലാത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ വരുന്ന പോലെ ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക തന്നിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി താഴെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. रूरू कहानी का यह अंश पढ़े और प्रश्नों के उत्तर दे. रूरू एक कंगारू का बच्चा था. रूरू ആരായിരുന്നു നിങ്ങൾക്കറിയാലേ? ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി. കങ്കാരു കെ ബച്ചോ കോ ജോയ്സ് കഹത്തെ ഹേ. കങ്കാരുവിൻ്റെ ബച്ചോ, കങ്കാരുവിൻ്റെ കുട്ടികളെ എന്താ പറയുന്നത്? അവരെ വിളിക്കുന്ന പേരാണ് ജോയ്സ് എന്ന്. വൈസേ ഹി ജैसे കുത്തേ കെ ബച്ചേ കോ പില്ല और बिल्ली के बच्चे को बिलौटा कहते हैं. ഏതുപോലെ തന്നെയാണെന്നാ പറയുന്നത്. വൈസേ ഹി ജैसे എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതുപോലെ തന്നെയാണ്. കുത്തേക്ക് ബച്ചേക്കോ പില്ല. കുത്ത എന്ന് പറഞ്ഞാൽ എന്താ? നായയുടെ കുട്ടീനെ എന്താ പറയുന്നത്? കുത്തയുടെ ഡോഗിൻ്റെ കുട്ടീനെ എന്താ പറയുന്നത്? പില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബില്ലി എന്ന് പറഞ്ഞാലോ പൂച്ചയുടെ കുട്ടീനെ എന്താ പറയുന്നത്? ബിലൗട്ട എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഉസ്കി അമ്മ ഉസേ രൂരു ബുലാത്തി തീ ക്യോങ്കി വ ഹമേഷ രോത്ത രത്താത്ത. അവൻ്റെ അമ്മ എന്തുകൊണ്ടാണ് അവനെ രൂരു എന്ന് വിളിച്ചിരുന്നത്? അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. കരയാന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? രോത്ത എന്നാണ് പറയാ. അപ്പോൾ അതിന് അവൻ്റെ അമ്മ അവനെ രൂരു എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഇനി ചോദ്യങ്ങൾ നോക്കാം. രൂരു കോൺ ഹേ? നമുക്കറിയാലേ ആരാണ്? ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കങ്കാരു കാ ബച്ച. കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരു ഹമേഷ ക്യാ കർത്താ രഹത്താ. അവസാനത്തെ ലൈനെ നോക്കിയേ, ഹമേഷ രോത്താ രഹത്താ. കണ്ടോ? അപ്പം എന്താ ചെയ്യാറ്? എപ്പോഴും കരയും അല്ലേ? ഏതാ ഉത്തരം വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷനാണ് രോത്താ രഹത്താ ഹേ. ആണ് ഓപ്ഷൻ. അടുത്ത ചോദ്യം സഹി മിലാൻ കരയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുത്തയുടെ കുട്ടീനെ എന്താ പറയുക, കങ്കാരുവിൻ്റെ കുട്ടീനെ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഖണ്ഡിക നല്ലോണം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും. കണ്ടോ? നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു പോകണമെന്നൊന്നുമില്ല ഈ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ പാരഗ്രാഫ് നന്നായി വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുത്തയുടെ കുട്ടീനെ എന്താ പറയുക? കുത്തയുടെ കുട്ടീനെ നമ്മൾ പില്ല എന്നാണ് പറയുക കേട്ടോ, പില്ല. കങ്കാരുവിൻ്റെ കുട്ടീനെ എന്താ പറയുക? കങ്കാരുവിൻ്റെ കുട്ടീനെ ജോയ്സ് എന്നാണ് പറയാ. ബില്ലിയുടെ കുട്ടീനെ എന്താ പറയാ? ബില്ലിയുടെ കുട്ടീനെ ബിലൗട്ട എന്നാണ് പറയാ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നീലി ചിടിയ കവിതയ്ക്ക് ഏ പങ്ക്തിയാം പടേ ഓർ പ്രശ്നോ കെ ഉത്തർ ദേ. നീലി ചിടിയയിലെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് നിങ്ങളോട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക്. ഉടുട് ജാനെ വാലി ചിടിയ. പറന്ന് പോകുന്ന ആ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷി അല്ലേ? ലാക്ക് പുലാവോ ലേക്കിന് മേരെ പാസിന ആനെ വാലി ചിടിയ. ലാക്ക് പുലാവും എത്ര തവണ വിളിച്ചാലും എന്താണ്? പക്ഷേ എൻ്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ല ആ കിളി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നീലി ചിടിയ നിങ്ങൾക്കറിയാം, നീല കളറുള്ള പക്ഷി. ആ ഒരു കവിതയിലെ ലൈൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. കവിത മേ പക്ഷി കെ ലിയെ കിസ് ശബ്ദ കാ പ്രयोग കിയാ ഹൈ. കവിതയിൽ പക്ഷി എന്നതിന് പകരം ഏത് ശബ്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏതാണ്? ചിടിയ അല്ലേ? ചിടിയ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആണ് ഉത്തരം വരുന്നത്. നമൂനയ്ക്ക് അനുസർ കവിത മേ 4 പങ്ക്തിയാൻ ജോഡേ. ഇവിടെ എന്താണ്? താഴെ ഒരു ലൈൻ കൊടുത്തത് കണ്ടോ? ഫുദക്കർ ചലിനെ വാലി ചിടിയ. അപ്പം അതുപോലെ അതിന് മുകളിലുള്ള ഏതെങ്കിലും 4 എണ്ണം ഉപയോഗിച്ചിട്ട് 4 ലൈൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇങ്ങനെ കൊടുക്കാം. ഗർബരാനെ വാലി ചിടിയ, ഗീത് സുനാനെ വാലി ചിടിയ, ഫർഫർ ഉടിനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ. കേട്ടോ? ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഗതിവിധി 2ൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇപ്പം ഈ നീലി ചിടിയയുടെ ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതുക, അല്ലെങ്കിൽ എന്താണ്? ബാദൽ കവിതേനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അർത്ഥം നല്ലോണം, ഓരോ ഹിന്ദി വാക്കിൻ്റെയും അർത്ഥം നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പം നമുക്ക് നോക്കാം. ബാദൽ കവിതയ്ക്ക് ഏ പങ്ക്തിയാ പടേ ഓർ പ്രശ്നോ കെ ഉത്തർ ദേ. നോക്കാം നമുക്ക്. ബാദൽ കവിത വായിച്ച് നോക്കാനാണ് പറയുന്നത്. മോർ മഗനമൻ ചൂം ചനനചൻ ജൂമ് ജൂമുക്കർ നാച്ച് ദിക്കായേ കുഷിഹോ ഹോക്കർ ഗാനാഗായേ. മോർ എന്ന് പറഞ്ഞാൽ ആരാ? മോർ എന്ന് പറഞ്ഞാൽ പീക്കോക്ക്, നമ്മുടെ മയിലിനെയാണ് പറയുന്നത്. മോർ എന്താണ്? നല്ല സന്തോഷിച്ചിട്ട് ജൂമ് ജൂമുക്കർ നാച്ച് ദിക്കായേ, നല്ല ഭംഗിയിൽ അങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ? കുഷിഹോ ഹോക്കർ ഗാനാഗായേ, സന്തോഷത്തിൽ അത്
പാട്ട് പാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗാന എന്ന് പറഞ്ഞാൽ പാട്ട്. ബർസേ ബാദൽ ഖല് ഖല് ചല് ചല് തൈറ് ചലി കാഗസ് കി നയ്യ പൂഞ്ചൂടാക്കർ ബാഗി ഗയ്യ. എന്താണ് ബർസേ ബാദൽ? ബർസേ ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൗഡ്സ്, മേഘങ്ങൾ. ബരസന എന്ന് പറഞ്ഞാലോ വീഴുക, വെള്ളത്തുള്ളികൾ വീഴുക. അപ്പം എന്താണ്? ആ മഴ പെയ്യുന്നുണ്ട് അല്ലേ? കൽക്കൽ ചലച്ചൽ എന്ന് പറഞ്ഞിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് മഴ പെയ്യുന്നുണ്ട്. തൈറ് ചലി കാഗസ് കി നയ്യ, ആ കുട്ടികൾ ഉണ്ടാക്കി വിട്ട കാഗസ്, കടലാസിൻ്റെ ആ നയ്യ, ബോട്ടുകൾ അത് അങ്ങനെ തൈറ് ചലി, അതായത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. പൂഞ്ചൂടാക്കർ ഭാഗി ഗയ്യ, ആ മഴ തുടങ്ങിയപ്പോൾ എന്താണ്? പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല്, വാലും പൊക്കിക്കൊണ്ട് ആ പശുക്കുട്ടി ഓടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ജൂമ് ജൂമ് കർ കോൺ നാച്താ ഹേ, ആരാണ് അങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ആരാണ്? മോറാണ് അല്ലേ, മയിലാണ് ഡാൻസ് ചെയ്യുന്നത്. നമൂനയ്ക്ക് അനുസാർ എക് ജോഡ ചുനിക്കർ ലിക്കെ, നയ്യ ഗയ്യ. അതുപോലെ റൈമിംഗ് ഉള്ള വേർഡ്സ് ഏതാണ് നമുക്ക് നോക്കാം. കൽക്കല് ചൽച്ചൽ അല്ലേ, അത് എന്താണ്? അതുപോലെ റൈം ചെയ്യുന്ന വേർഡ്സ് ആണ്. ഈ ചിത്രയ്ക്ക് ആശയവാരി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖെ, എന്താണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? അതിൽ ആശയം വരുന്ന വരികളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പശു ഓടുന്നത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു എന്ത് പോകുന്നുണ്ട്? ഒരു വഞ്ചി പോകുന്നുണ്ട് കടലാസിൻ്റെ. അപ്പോൾ അത് ഏത് ലൈൻസാണ് അതിൻ്റെ മീനിങ് വരുന്നത് നോക്കിയേ. തൈറ് ചലി കാഗസ് കി നയ്യ അല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ ആ പേപ്പർ ബോട്ട് പോകുന്നുണ്ട്. പൂഞ്ചൂടാക്കർ ബാഗി ഗയ്യ, ആ 2 ലൈൻസും ആണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ഗതിവിധി 3 ഖണ്ഡ് പടയോർ പ്രശ്നമൊക്കെ ഉത്തരദേ. ഇവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ വായിച്ചു നോക്കാം. ഹർ സാൽ 5 ജൂൺ കോ വിശ്വ പര്യാവരൺ ദിവസ് മനായാ ജാത്ത ഹേ. എല്ലാ കൊല്ലവും ജൂൺ 5-നാണ് വിശ്വ പര്യാവരൺ ദിവസ്, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അല്ലേ, ആഘോഷിക്കുന്നത്. പര്യാവരൺ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ്. ആജ് പ്രദൂഷൺ ബഡ്താ ജാ രഹാ ഹേ, ഇപ്പോൾ പൊല്യൂഷൻ, പ്രദൂഷൺ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ അല്ലേ, പല രീതിയിലുള്ള പുകയൊക്കെ വന്നിട്ട് നമ്മുടെ അന്തരീക്ഷമാകെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. യഹ് സബി ജീവോ കെ ലിയേ ഖത്തര ഹേ, ഇതെല്ലാ ജീവികൾക്കും ഖത്തര, ഡേഞ്ചർ, അപകടമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. വിശ്വ പര്യാവരൺ ദിവസ് കബ് മനായാ ജാത്ത ഹേ, എന്നാണ് വിശ്വ പര്യാവരൺ ദിവസ് ആഘോഷിക്കുന്നത്? ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട് ഹർ സാൽ 5 ജൂൺ കോ വിശ്വ പര്യാവരൺ ദിവസ് മനായാ ജാത്ത ഹേ. ആ ലൈന് ഇങ്ങോട്ട് എടുത്തെഴുതാം കേട്ടോ. ഇനി പര്യാവരൺ സംരക്ഷണ വിഷയ ഇപ്പോൾ പോസ്റ്റർ തയ്യാർ കരേ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ 4 സൈഡൊക്കെ വരച്ചിട്ട് പര്യാവരൺ സംരക്ഷണം എന്നൊരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് എന്താണ് 5 ജൂണ് വിശ്വ പര്യാവരൺ ദിവസം എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഇത് ഗതിവിധി 4 കവിതാജ് പടയോർ പ്രശ്നമൊക്കെ ഉത്തരദേ. ഇവിടെ കവിത കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ചിടിയാ റാണി തും ഹോ പേടോ കി റാണി സുബഹ് സബേരെ ഉഡ് ജാത്തി ഹോ ന ജാനെ ക്യാ ഗാത്തി ഹോ അല്ലേ. എന്താ ചിടിയാ റാണിയിൽ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. എന്താ ചോദിക്കുന്നത്? ചിടിയാ റാണി കബ് ഉഡ് ജാത്തി ഹേ, എനിക്കുന്നത് സുബ സബേരെ ഉഡ് ജാത്തി ഹോ. കണ്ടോ, 3ാമത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. സുബ സബേരെ എന്ന് പറഞ്ഞാൽ എന്താ? നേരം വെളുക്കുമ്പോഴേക്കും ചിടിയാ റാണി എനിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം ഏതാ വരുന്നത്? സുബഹ് ആണ് വരുന്നത്. സമാൻ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആശയം വരുന്ന വരികൾ ഏതാണ്, അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പതാ നഹി തും സബേരെ ഉഡ്കർ ക്യാ ഗാത്തി ഹോ, പത്താനഹി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. തും സബേരെ ഉഡ്കർ, നീ രാവിലെ എണീറ്റിട്ട് എന്താണ് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ആ വരികൾ ഏതാ? ഇതാ അവസാനത്തെ 2 വരികളാണ്. സുബ സബേരെ ഉഡ് ജാത്തി ഹോ ന ജാനെ ക്യാ ഗാത്തി ഹോ, അത് രാവിലെ എണീറ്റിട്ട് നീ എന്താ പാടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ചിടിയ പേടോ കി റാണി ഹേ, ആ ചിടിയ, ആ പക്ഷിയാണ് പേടുകളുടെ, അതായത് വൃക്ഷങ്ങളുടെ റാണി എന്ന് പറയുന്നത്. ഏതാ? അത് ആദ്യത്തെ 2 ലൈനാണ്. ചിടിയാ റാണി തും ഹോ പേടോ കി റാണി, അതാണ് എഴുതേണ്ടത്. ഇത് ഗതിവിധി 5 5 സാർത്ഥക് ശബ്ദ ഢൂണ്ടേ ലിഖേ, 5 ശബ്ദങ്ങൾ ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത്. ഈ കാണിച്ചിട്ടുള്ളത് കുറച്ച് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ രൂപ്, ബാദ്, ബാല്, പല്ല്,
കണ്ടോ, അങ്ങനെ കുറേ അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പല്ല്, പറ്, പരി, ജല്ല്, ഗാല്, പക്ഷി, രൂപ്, ബാദ്, ബാല്, ബാദൽ. കണ്ടോ, അങ്ങനെയുള്ള കുറേ അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സബ്, ജേബ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 അക്ഷരം എഴുതിയാൽ മതി. ഇനി എന്താണ്, ഗതിവിധി 6ആണ്. രൂരു കഹാനി കാ യഹൻഷ് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ദേ. രൂരു കഹാനിയിൽ നിന്ന് 2-3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ട് ഉത്തരങ്ങൾ എഴുതാനാണ് പറയുന്നത്. വായിച്ച് നോക്കാം. रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. രൂരു കി മദദ്സെ, രൂരുവിൻ്റെ സഹായത്തോടു കൂടി രൂരുവിൻ്റെ അമ്മ എന്താ ചെയ്തത്? ധീരെ ധീരെ, മെല്ലെ മെല്ലെ, സാരേ ബച്ചോങ്കോ, എല്ലാ കുട്ടികളെയും, അപ്നി നരം മുലായം ജേബ് മേ രഖ് ലിയ, അമ്മയുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള, മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ആ ജേബ്, ആ പോക്കറ്റിൽ അല്ലെ, അതിൻ്റെ ആ മടിത്തട്ടിൽ വെച്ചു. യഹാ ഉൻഹെ കോൻ കോയി ഖത്തര നഹീത്ത, അവിടെ അവർക്ക് ഒരു ആപത്തും ഉണ്ടായിരുന്നില്ല. ഖത്തര എന്ന് പറഞ്ഞാൽ ആപത്ത്. ചിടിയാൻ ഖുഷി സി ഗാനെ ലഗി, പക്ഷി എന്താണ്, ആ സന്തോഷത്തോടു കൂടി പാട്ട് പാടാൻ തുടങ്ങി. ക്വസ്റ്റ്യൻസ് നോക്കാം. ബച്ചോ കോ കഹാൻ സുരക്ഷിത് രക്ക, കുട്ടികളെ എവിടെയാണ് സേഫായിട്ട് വെച്ചത്? അമ്മിക്ക് ജേബ് മേ, ആദ്യത്തെയാണ് ഉത്തരം വരുന്നത്. അമ്മയുടെ ആ പോക്കറ്റ് പോലുള്ള സഞ്ചിയിലാണ് കുട്ടികളെ വെച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. അഗ്ലേ ദിൻ ചിടിയാ കെ മിത്ര ബച്ചോ സെ മിൽനെ ആയെ, ദോനോക്ക് ബാത്ചീത് കി പൂർത്തി കരെ. പിറ്റേ ദിവസം കുട്ടികളെ, ആ ആ പക്ഷികളെ കാണാൻ അവരുടെ കൂട്ടുകാരൊക്കെ വന്നു. അവർ തമ്മിലുള്ള ആ സംസാരമാണ് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹാത്തി കങ്കാരു കി ജേബ് മേ സോന കേസാത്ത, ഹാത്തി ആന ചോദിക്കുകയാണ് ആ കങ്കാരുവിൻ്റെ ആ പോക്കറ്റിൽ ഉറങ്ങാൻ എങ്ങനെ ഉണ്ടായിരുന്നു? സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പോൾ ബച്ച, കുട്ടി എന്താ പറയുന്നത്? ഹം ആരാം സെ സോയെ, ഞാൻ നല്ല സുഖമായി ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. ഇനി മേണ്ടക്ക്, മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ തവള എന്താണ് പറയുന്നത്? ബാലു, ബാലു എന്ന് പറഞ്ഞാൽ ബേർ, കരടി എന്താണ് പറയുന്നത്? അതൊക്കെ നിങ്ങൾ എഴുതണം. മേണ്ടക്ക്, തവള എന്താ ചോദിക്കുന്നത്? തും ഡരേ നഹീത്തെ, നിനക്ക് പേടിയായില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? നഹി ഹം സുരക്ഷിത്തേ, ഇല്ല ഞങ്ങളൊക്കെ സുരക്ഷിതരായിരുന്നു അവിടെ എന്ന് പറയുന്നുണ്ട്. ബാലു എന്താ ചോദിക്കുന്നത്? തുമേ ഭൂക്ക് ലഗീത്തി, നിനക്ക് വിശന്നോ എന്ന് ചോദിക്കുകയാണ് ബാലു, ബേർ. അപ്പോൾ ബച്ച എന്താ പറയുന്നത്? നഹി അമ്മി ഹമേ കാനാ ദേത്തി, ഇല്ല അമ്മി ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ആ കോൺവെർസേഷൻ എഴുതാം. ഇനി അടുത്തത് എന്താണ്? സീഗഡി മച്ഛലി സൂക്കി ക്യോ നഹി, ലോ കഥാ കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. എന്തുകൊണ്ടാണ് ആ മച്ഛലി സൂഖന എന്ന് പറഞ്ഞാൽ എന്താ, ഉണങ്ങാത്തത്? അപ്പോൾ സീഗഡി എന്താ പറയുന്നത്? സീഗഡി ബോലി ബൂഢി അമ്മ घास बढ़ गई है, मुझे धूप ही नहीं मिली तो मैं कैसे सूखूं, मुझसे क्यों पूछती हो, घास से पूछो. എന്താ പറയുന്നത്? സീഗിടി, ആ മീൻ എന്താ പറയുന്നത്? ബൂഢി അമ്മ, വയസ്സായ അമ്മേനെ വിളിക്കുകയാണല്ലേ. ഘാസ് പട് ഗയി ഹേ, അവിടെയുള്ള പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട്. എനിക്ക് ധൂപ്പ്, എനിക്ക് സൂര്യൻ്റെ വെളിച്ചമോ ചൂടോ ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഉണങ്ങുന്നത് എന്ന് ആ മീൻ തിരിച്ചു ചോദിക്കുകയാണ്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഘാസ്, ആ പുല്ലിനോട് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. മുझे धूप ही नहीं मिली किसने कहा, ആരാണ് പറഞ്ഞത്? എനിക്ക് സൂര്യൻ്റെ വെളിച്ചമേ കിട്ടിയില്ല, വെയിലേ കിട്ടിയില്ല എന്ന് ആരാ പറഞ്ഞത്? സീഗഡിയാണ് പറഞ്ഞത്. ഈ ആണ് ഉത്തരം വരുന്നത്, സീഗഡി. ബൂഢി അമ്മ और സീഗഡിക്ക് ബാത്ചീത് की പൂർത്തി കരെ, ബൂഢി അമ്മയും സീഗഡിയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ബൂഢി അമ്മ എന്താ പറയുന്നത്? സീഗഡി, ഓ സീഗഡി തും ക്യോ നഹി സൂക്കി, അപ്പോൾ ഒന്ന് ചോദിക്കുകയാണ് ബൂഢിയമ്മ, നീ എന്താ ഉണങ്ങാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ സീഗഡി പറയുകയാണ് മേ കേസി സൂക്കൂ, ഞാൻ എങ്ങനെ ഉണങ്ങാനാണെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൂഢിയമ്മ എന്താ ഉത്തരം പറയുന്നത്? പർ ധൂപ്പ് തോ ഹേ, അല്ലേ, എന്താണ്, വെയിലുണ്ടല്ലോ എന്ന് ബൂഢിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ സീഗഡി എന്താ പറയുന്നത്? പർ മുझे ധൂപ്പ് നെഹി മിലി, പക്ഷേ എനിക്ക് ധൂപ്പ്, വെയിലൊന്നും കിട്ടിയില്ല. ബൂഢിയമ്മ ക്യോ നെഹി മില എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സീഗഡി എന്താ പറയുന്നുണ്ടാവും ഉത്തരം? സീഗഡി പറയുന്നുണ്ടാവും ഘാസ് ബഡ് ഗയി ഹേ, ഘാസ് ബഡ് ഗയി ഹേ എന്ന് സീഗഡി ഉത്തരം പറയുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.